പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിക്കുകയായിരുന്നു വന്ദേമാതരത്തെക്കുറിച്ച്. മോദി പറയുന്നു, വന്ദേമാതരത്തിന് 150 വർഷമായി. 100 വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം ഇരുട്ടിലായിരുന്നു, അടിയന്തരാവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതം, കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ഒക്കെ വന്ദേമാതരം ആവേശത്തോടെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്ദേമാതരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു 10, 25, 30 വർഷം കൊണ്ട് വല്ലാണ്ട് മാറിയിരിക്കുന്നു. ജയ് ഹിന്ദ് എന്ന് പറയാൻ പാടില്ല, വന്ദേമാതരം പറയാൻ പാടില്ല, ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ വന്ദേമാതരം പറയുകയും ജയ് ഹിന്ദ് പറയുകയും ഭാരത് മാതാ കി ജയ് പറയുകയും ചെയ്ത കോൺഗ്രസ്സുകാരെ കണ്ടിട്ടുണ്ട്. സാറും കോൺഗ്രസ് പശ്ചാത്തലത്തിൽ വന്ന ആളാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ്സുകാർക്ക് വന്ദേമാതരമെന്നും ജയ് ഹിന്ദ് എന്നും ഭാരത് മാത എന്നും പറയാൻ അറപ്പോ വെറുപ്പോ ഭയമോ ഒക്കെ ആയിരിക്കുന്നു. ഭയമാണ് പ്രധാന കാരണമെന്ന് തോന്നുന്നു. എന്താണ് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക്? ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം ഇത് പറഞ്ഞപ്പോൾ, PT തോമസിന് സംസ്കൃതി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജില്ലകളിൽ ഇതിൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ PT പോകുമ്പോൾ പ്രസംഗിക്കാൻ പോകുന്ന ആൾ ഞാനാണ്, PTയുടെ കൂടെ. അങ്ങനെ അപ്പോൾ ഈ സംസ്കൃതിയുടെ എല്ലാ മീറ്റിങ്ങുകളും തുടങ്ങുന്നത് വന്ദേമാതരം ചൊല്ലിക്കൊണ്ടാണ്. ഞങ്ങളങ്ങനെ മലപ്പുറം ജില്ലയിൽ പോയിട്ട് ഇത് വന്നു. അതെല്ലാം കോൺഗ്രസ്സുകാരും ഗ്രൂപ്പിലുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ് വരുന്നവർ. ചെറുപ്പക്കാരാണ് എല്ലാം വരുന്നത്. PTയുടെ ഒരു സംഘാടന മികവിൻ്റെ ഭാഗമായിട്ടാണത്. അപ്പോൾ അവിടെ ഈ വന്ദേമാതരം ചൊല്ലാം എന്ന് പറഞ്ഞപ്പോഴേക്കും 4 പേര് എഴുന്നേറ്റ് നിന്നിട്ട് വന്ദേമാതരം ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏത് കാലത്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 കഴിഞ്ഞ് 90-നൊക്കെ ഒക്കെ ശേഷമാണ്, സമീപകാലത്തല്ല, കുറച്ച് പുറയിലാണ്. PT സംസ്കൃതി ഉണ്ടാക്കുന്ന കാലം കൃത്യം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അത് നോക്കിയിട്ട് റെഫറൻസ് നോക്കേണ്ടി വരും. അപ്പോൾ ഈ കാലത്ത് 4 പേര് എഴുന്നേറ്റ് നിന്നിട്ട് വന്ദേമാതരം ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ PTയോട് പറഞ്ഞ്, ഇപ്പോൾ അയാൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺഫ്രണ്ടേഷൻ കണ്ട അത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ PT എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, വന്ദേമാതരം സംസ്കൃതിയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനാഗീതമാണ്. അത് എല്ലാ ജില്ലയിലും അതാണ് ചൊല്ലുന്നത്. അത് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. 4 പേര് ഇറങ്ങിപ്പോയി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ നിങ്ങൾ ഓർക്കണം. കോൺഗ്രസിൻ്റെ PTയെ പോലെയുള്ള കോൺഗ്രസ് കൾച്ചറിൽ ഉണ്ടാവുകയും ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ദേമാതരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാതെ വന്ദേമാതരം വെറുതെ വന്നേക്കുന്നതല്ല. ദേശീയ ഗാനത്തിൻ്റെ സ്റ്റാറ്റസ് തന്നെയുണ്ട്. അല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിരുന്നതിന്. ഇത് 1905 അന്ന് മുസ്ലിം ലീഗ് ഉണ്ടായിട്ടില്ല. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഔദ്യോഗിക ഗീതമായി ഇത് അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ INC ജിന്നയൊക്കെ ഉള്ളപ്പോൾ, അന്ന് ജിന്നയൊന്നും ഇതിനകത്ത് വന്നു അല്ല. പക്ഷേ മുസ്ലിം ഇഷ്ടം പോലെയുള്ള കാലം. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന ഒരു ചരിത്ര വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതാണ് മണ്ടൻ ചോദ്യം ചോദിച്ചത്. അല്ല, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള അതാണ്. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മളെ സ്കൂളിൽ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ പറയുന്നത്, ഞങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതി മരിച്ചവരാണ്, അല്ല നിങ്ങൾ സംഘികൾ എവിടെയായിരുന്നു. അല്ല, ആ പൊരുതി മരിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. അവരുടെ പേര് ദേശീയ മുസ്ലിം എന്നായിരുന്നു. മനസ്സിലായില്ലേ? കേരളത്തിലെ നിങ്ങൾ സ്ഥിതി എടുത്തു നോക്ക്. കേരളത്തിൽ എന്തെങ്കിലും മുസ്ലിങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിങ്ങൾ എന്നും ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടാണ് നിലനിന്നിരുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇവരെ എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധി അറ്റ കൈക്കെടുത്ത ഒരു ഖിലാഫത്ത്. അതും പരാജയപ്പെട്ടു പോയി. പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ഈ ഹിന്ദു മുസ്ലിം മൈത്രി എന്നുള്ളത് ഗാന്ധിജിയുടെ താല്പര്യം മാത്രമായിരുന്നു എന്നുള്ളതാണ് സൂക്ഷ്മത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഹിന്ദു മുസ്ലിം മൈത്രിയിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന് അദ്ദേഹം ഗാന്ധിയെ എഴുതി അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം സെക്കുലറിസ്റ്റാണ്. സെക്കുലറിസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മതസൗഹാർദ്ദമൊക്കെ വെറുതെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് സമയം കളയരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമില്ല.
ജിന്നക്ക് തീരെ വിശ്വാസം പിന്നെ ആർക്കായിരുന്നു വിശ്വാസം? ആകെ ഒരാൾക്കുണ്ടായിരുന്നു, ഗാന്ധിക്ക് മാത്രമേ. ആ ഗാന്ധിക്ക് മാത്രമാണ് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നത്, വേറെ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ അംഗീകരിക്കുകയും അതിനകത്തെന്ന് വെച്ചാൽ ഈ ഭാരതത്തെ ഒരു മാതാവായി സങ്കല്പിക്കുകയും ആ മാതൃപാദങ്ങളിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് ആത്മവീര്യം ഉൾക്കൊണ്ട് ആ ദുർഗാഭാവത്തിൽ ഈ ഭാരതത്തെ സങ്കല്പിച്ച് അങ്ങനെ ഒരു വിപ്ലവത്തിലേക്ക് ഇന്ത്യൻ ചെറുപ്പക്കാരെ നയിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ് ഇത് ആനന്ദമഠം എന്ന് പറഞ്ഞ നോവലിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ദേശീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മളതിനെ കാണരുത്. അന്നത് ദേശീയ പ്രസ്ഥാനമാണ്. ആ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിയൻ ഒരു വിചാരധാരയുണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ട് മറ്റൊരു വിചാരധാരയുണ്ട്. അതെന്ന് പറഞ്ഞാൽ വിപ്ലവം നടത്തണം, ആയുധ സമരം നടത്തണം. ബ്രിട്ടീഷുകാരെ കമ്മ്യൂണിസ്റ്റുകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, പോലുള്ള ആളല്ലേ ഭഗത് സിംഗ്, സാക്ഷാൽ സവർക്കർ. സവർക്കർ കൊലക്കേസിൽ പ്രതിയായിട്ടാണല്ലോ ജയിലിൽ കിടന്ന് 50 കൊല്ലം ശിക്ഷിക്കപ്പെടുന്നത്. 27 കൊല്ലം ജയിലിൽ കഴിഞ്ഞ ആളാണ് സവർക്കർ. 27 കൊല്ലമൊന്നും ജയിലിൽ ഒരു ജവഹർലാൽ നെഹ്റുവും കഴിഞ്ഞിട്ടില്ല. സവർക്കറുടെ അത്രയും ഭാരതത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ട് തന്നെ. അത് കാരണം എന്താണ്? മഹാത്മാഗാന്ധിയുടെ പാതയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു പാത സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവരുടെ ആ പ്രവർത്തനത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഭഗത് സിംഗ്. അപ്പോൾ ഇങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിലെന്ന് പറഞ്ഞാൽ ഒരു റെഡ് പാത്ത് കൂടി ഉണ്ട് അതിനകത്ത്. അതും കൂടി ചേർന്നതായിരുന്നു ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം. അല്ലാതെ ഉപ്പൂറുക്കൽ മാത്രമല്ല. ഉപ്പൂറുക്കൽ ഗാന്ധിയുടെ പരിപാടിയാണ്, അത് മാത്രമല്ല. പക്ഷെ അതെന്താ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗാന്ധി അതിന് പറഞ്ഞൊരു കാരണമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? സാധാരണഗതിയിൽ ഈ മിലിറ്റൻ്റ് സമരത്തിന് ആകെ കുറച്ച് പേർക്കേ പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. ഉപ്പുറുക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. ജനകീയ പങ്കാളിത്തം എപ്പോഴും അഹിംസാത്മക സമരത്തിലായിരിക്കും എന്ന് കണ്ടിട്ടാണ് ഗാന്ധി അത് പറഞ്ഞതും. അത് ഗാന്ധിയൻ ധാര. അപ്പോൾ ഇങ്ങനൊരു ധാര ഉണ്ടായിരുന്നു. അവരെല്ലാവരും പാടിയിരുന്നതാണ് ഏത്? വന്ദേ മാതരം. രണ്ട് വിഭാഗക്കാരും അഹിംസാവാദികളും. പക്ഷേ ആ വന്ദേ മാതരത്തിൻ്റെ 50-ാമത്തെ വർഷം 1920 ആഘോഷിക്കുന്ന സമയത്ത് കൊളോണിയൽ ഭരണമായിരുന്നു. അതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പറ്റില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അടിയന്തരാവസ്ഥ 75 അടിയന്തരാവസ്ഥ കാലം, അന്നും പറ്റിയില്ല. ഇപ്പം 150-ാമത്തെ വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വന്ദേ മാതരം പോലുള്ള എനിക്ക് അതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ദേ മാതരം പറയാൻ പാടില്ല, ജയ് ഹിന്ദ് പറയാൻ പാടില്ല, ഭാരത് മാതാക്ക് ജയ് പറയാൻ പാടില്ല. മഹാത്മാഗാന്ധി വിളിച്ച മുദ്രാവാക്യമാണ്. കോൺഗ്രസ്സുകാരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടാ. മഹാത്മാഗാന്ധി വിളിച്ച മുദ്രാവാക്യമാണ് ഭാരത് മാതാക്ക് ജയ് എന്നുള്ളത്. അപ്പോൾ അത് കേട്ട ജനങ്ങൾ അത് ഏറ്റു വിളിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു മഹാത്മാഗാന്ധിക്ക് ജയ്. ഇന്നത്തെ രീതിയിൽ നേതാക്കൾ പോയിട്ട് അവനവന് ജയ് വിളിക്കുന്ന രീതി അന്ന് ഉണ്ടായിരുന്നില്ല. ജനങ്ങളാണ് പറഞ്ഞത് ഭാരത മാതാക്ക് ജയ് എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റു പറഞ്ഞുകൊണ്ട്, കടൽ രംഭം പോലെയാണ് അത് ഏറ്റു പറഞ്ഞത്. ഏറ്റു പറഞ്ഞുകൊണ്ട് ഇത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞ് ഈ രണ്ട് മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ഒരു സ്വാതന്ത്ര്യ സമരം നയിക്കപ്പെട്ടത്. അതിന് നേതൃത്വം നൽകി എന്ന് അവകാശപ്പെടുന്ന അതിൻ്റെ അവക്ഷിപ്തമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വന്ദേ മാതരത്തെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അവർ മുസ്ലിങ്ങളെ പ്രീണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റില്ല, സത്യമാണ്. അതെന്താണ്? കാരണം അല്ലാഹുവിനൊഴികെ വേറെ ആരെയും സ്തുതിക്കാൻ പാടില്ല. കാരണം ഇത് ദൃശ്യമായുള്ള സംഗതികളാണ്. ഭാരതമാതാവ് സ്തുതിക്കാൻ പാടില്ല. എല്ലാ സ്തുതിയും പരമകാരുണികനായ അല്ലാഹുവിന് മാത്രമായിട്ട് സംവരണം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ PT പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് വന്ദേ മാതരവും ജയ്ഹിന്ദും ഭാരത് മാതാവിനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇറങ്ങ് പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ആരും പിന്നെ ഉണ്ടാവില്ല. കാരണം അതൊരു മുസ്ലിം പാർട്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലും അത് തന്നെയാണ്. കുറേ കൂടെ വിപുലമായ മുസ്ലിം ലീഗായി കോൺഗ്രസ് മാറുകയാണ്. അല്ല, വിപുലമായിട്ടുള്ള മുസ്ലിം ലീഗല്ല, മുസ്ലിം ലീഗിനേക്കാൾ വലിയ മുസ്ലിം ലീഗായിട്ട് മാറിയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ അവർ നിഷേധിച്ചോട്ടെ. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്തായാലും ജനാധിപത്യം അംഗീകരിച്ച പാർട്ടിയല്ലല്ലോ. അവർക്ക് ജനാധിപത്യവും ഇല്ല, സെക്കുലറിസവും ഇല്ല, ഭരണഘടനയില്ല. അങ്ങനെ ജനാധിപത്യവും സെക്കുലറിസവും ഭരണഘടനയും ഇല്ലാത്ത ഒരു സംഘടനയുമായി കൂട്ടുചേർന്ന് മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ താല്പര്യം ഇതിനെതിരാണ്. അപ്പം മുസ്ലിം ലീഗ് സമ്മതിക്കണം വന്ദേ മാതരം പാടണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഒരിക്കലും അത് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പുമാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം രാജ്യം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ വന്ദേ മാതരം പാടണോ എന്ന തരത്തിൽ പാർലമെൻറ്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത്, ലീഗ് പങ്കെടുത്ത് എന്ത് പറയും? അവർ പാടണ്ടെന്ന് പറയും. കാരണം മതപരമായിട്ടുള്ള റെഫറൻസ് ഉണ്ട്, അതൊരു സെക്കുലർ രാജ്യത്തിന് പറ്റില്ല എന്ന് പറയും. ഏതായാലും ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആകും. ഒരു സംശയം അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ചർച്ച പാർലമെൻറ്റിൽ വെച്ചത്. അല്ല, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, വന്ദേ മാതരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കോടാനുകോടി മനുഷ്യർക്ക് ഊർജം കൊടുക്കുകയും അവർ ആ ഊർജം ഉൾക്കൊണ്ട്, വീര്യം ഉൾക്കൊണ്ട് അവരുടെ ജീവനും സ്വത്തും ആ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ ഓർത്താൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.